إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് റബ്ബിനെ സൂക്ഷിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ കലവറയായിരുന്നു, പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു. എല്ലാവരും വിവിധങ്ങളായ ആരാധനാ കർമ്മങ്ങളിൽ കർമ്മ നിരതമായിരുന്നു. നോമ്പ് കൊണ്ടും ജമാഅത്ത് നമസ്കാരങ്ങൾ കൊണ്ടും, രാത്രി നമസ്കാരം, ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ഇഅ്തികാഫ്, സാമൂഹികമായ സേവനങ്ങൾ എന്നിവയിലെല്ലാം സത്യവിശ്വാസികൾ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നിട്ട് നിന്നിരുന്ന മാസമായിരുന്നു പരിശുദ്ധ റമദാൻ. എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടി പല ആളുകളും ഇതെല്ലാം ഉപേക്ഷിക്കുകയോ ഇതിൽ അലസത കാണിക്കുകയോ ചെയ്യാറുണ്ട്. ഇവിടെയെല്ലാം സത്യവിശ്വാസികൾക്ക് ഒരു കൃത്യമായ നിലപാട് ഉണ്ടായിരിക്കണം. റമദാനിൽ നാം നിർവഹിച്ച കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കാൻ റമദാനിന് ശേഷമുള്ള സമയങ്ങളിൽ
നമുക്ക് കഴിയണം. നിർവഹിച്ച കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം, അമിതമായ പ്രതീക്ഷ സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല. മുൻഗാമികളായ സലഫുകൾ, അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാന സലഫു യബ്കൂന 6 അശ്ഹുരിൻ ബഅദ റമളാൻ യസ്അലൂന അല്ലാഹ ഖബൂൽ. റമളാൻ കഴിഞ്ഞാൽ, റമളാനിന് ശേഷമുള്ള 6 മാസക്കാലം സലഫുകൾ, മുൻഗാമികൾ തങ്ങൾ പ്രവർത്തിച്ച കർമ്മങ്ങൾ റബ്ബിനോട് സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റമളാൻ മാസമായാൽ ആ റമളാൻ മാസത്തിൽ സലഫുകൾ പാപമോചനവും പശ്ചാത്താപവും അതുപോലെ തന്നെ അമലുകൾ സ്വീകരിക്കപ്പെടില്ലെന്ന ഭയവും അവർക്ക് വർധന ഉണ്ടായിരുന്നു എന്നാണ്. റമളാനിലും അല്ലാത്തപ്പോഴും അവർ കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയിട്ട് പോലും അവർക്ക് ബേജാറായിരുന്നു, പേടിയായിരുന്നു. ഞങ്ങൾ പ്രവർത്തിച്ച കർമ്മങ്ങൾ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ, അത് ഞങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആ ഒരു ഭയം അവർക്കുണ്ടായിരുന്നു എന്ന് ഫൗസാൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നിട്ട് അവർ അള്ളാഹുവിനോട് അങ്ങേയറ്റത്താൻ പാപമോചനം തേടുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരുമായിരുന്നു എന്ന്, റമളാന് ശേഷവും അത് തുടർന്നു പോയിരുന്ന ആളുകളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നിർവഹിച്ച കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ പ്രതീക്ഷയും അതോടൊപ്പം ഭയവും ഉള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ ഭയം നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ അള്ളാഹു സ്വീകരിക്കുമെന്ന അമിതമായ പ്രതീക്ഷ നമുക്കുണ്ടാകരുത്. എന്നാൽ അത് പ്രതീക്ഷിക്കണം, അള്ളാഹു സ്വീകരിക്കും, അമിതമാകരുത്. അതോടൊപ്പം ഭയമുണ്ടാകണം, ഇതെന്നിൽ നിന്ന് സ്വീകരിക്കുമോ, അള്ളാഹു ഇതെങ്ങാനും തട്ടിക്കളയുന്ന കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന ആ ഭയം നമുക്കുണ്ടാകണം. എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി കാണാം, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. രക്ഷിതാവിലേക്ക്, അല്ലാഹുവിലേക്ക് തങ്ങളുടെ കൈകൾ അവർ ഉയർത്തുകയും തങ്ങൾ ആ അല്ലാഹുവിലേക്കാണ് മടങ്ങിച്ചെല്ലേണ്ടത് എന്ന ആ ഒരു ഭയം അവർക്കുണ്ടാകും. അല്ലാഹുവിലേക്കാണ് ഞങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടത്. അതോടൊപ്പം അവർ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങളാകട്ടെ മറ്റ് സൽക്കർമ്മങ്ങളാകട്ടെ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന ഭയം അവർക്കുണ്ടാകുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില എന്ന ആയത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു. അഹുവ റജുലു അല്ലദീ ഇസ്നി, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ദൂതരെ, അവരെന്തിനാണ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നന്മകൾ ചെയ്തിട്ടും ഭയപ്പെട്ടു പോകുന്നത്? അവർ വ്യഭിചാരികളായിട്ടാണോ? വയശ്രിഖു വയശ്റബുൽ ഖംറ, അവർ മോഷ്ടിക്കുന്നവരും മദ്യപിക്കുന്നവരുമായിട്ടാണോ അവർ ഭയപ്പെട്ടു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത അബീ ബക്കർ ഔ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, സിദ്ദീഖിന്റെ മകളെ അല്ല, അങ്ങനെ ആയിട്ടല്ല. അവർ മദ്യപിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും കള്ളു കുടിക്കുന്നവരായിട്ടല്ല അവർ ഭയപ്പെട്ടു പോയത്. മറിച്ച് വലാകിന്നഹു റജുല യസൂമു വയസ്തഖു വയുസല്ലി വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻഹു, അവർ നോമ്പനുഷ്ഠിക്കുകയും
ദാനധർമ്മങ്ങൾ ചെയ്യുകയും നമസ്കരിക്കുകയും ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമോ എന്ന് അവർ ആശങ്കപ്പെടുകയുമാണ് ചെയ്തത്. അവർ മദ്യപാനികളായിട്ടോ തിന്മകൾ ചെയ്യുന്ന ആളുകളായിട്ടല്ല. അവർ ഭയപ്പെട്ടു പോയത് ഞങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുമോ എന്ന ആശങ്കയായിരുന്നു സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ടായിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരമാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയം നിർമ്മിച്ചത്. ആ കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ആ നിർമ്മാണത്തിന് ശേഷം അവർ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇരു കരങ്ങളും ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചതായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്താലും, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, സുന്നത്ത് കർമ്മങ്ങളാകട്ടെ, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഈ പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള ആ പ്രാർത്ഥന തേട്ടം റബ്ബിലേക്കുണ്ടായിരിക്കണം. എങ്കിലേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. ആ പ്രാർത്ഥന നമുക്ക് നിരന്തരം റമദാൻ കഴിഞ്ഞതോടുകൂടി ഇനി ആ പ്രാർത്ഥനയുടെ കാലഘട്ടമാണ്. മുൻഗാമികൾ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥന നമുക്കുണ്ടാകണം. റബ്ബ് സ്വീകരിക്കണമെന്ന നിലയിൽ നമ്മളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. റമദാനിൽ എല്ലാവിധ നന്മകളിൽ നമ്മൾ വ്യാപൃതരായിരുന്നു. എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിഷിദ്ധമായ കാര്യങ്ങൾ, ആ ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, അത് കാണുന്നതിൽ നിന്നും, അത് കേൾക്കുന്നതിൽ നിന്നും, അത് സംസാരിക്കുന്നതിൽ നിന്നും, അത് ചിന്തിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മളിൽ പലർക്കും കഴിഞ്ഞവരാണ്. റമദാൻ കഴിഞ്ഞാൽ ഈ വിട്ടുനിന്ന തിന്മയിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കരുത്. ആ തിന്മയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാൻ നമുക്കൊരിക്കലും കഴിയരുത്. നന്മകൾ ചെയ്തു പോയ നന്മകൾ എന്തെല്ലാം ഉണ്ടോ ആ നന്മകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുകയും കൂടുതൽ കൂടുതൽ നന്മകൾ ആർജിച്ചെടുക്കുവാനുമാണ് നമുക്ക് കഴിയേണ്ടത്. വീണ്ടും തിന്മയിലേക്കും തെറ്റുകളിലേക്കുമാണ് നമ്മൾ വ്യാപൃതരാകുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ നാം നിർവഹിച്ച കർമ്മങ്ങൾ അത് പാഴാകി പോകാൻ, അത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയുടെ ചരിത്രം, ഒരു സംഭവം പറയുന്നുണ്ട്. നൂല് പിരി ഉണ്ടാക്കി നല്ല ബലമുള്ള കയറ് ഉണ്ടാക്കിയ സ്ത്രീ. ആ കയറ് നല്ല ബലമുണ്ടായതിനു ശേഷം അത് എങ്ങനെയാണ് പൂർവസ്ഥിതി, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതേ അവസ്ഥയിലേക്ക് അത് പിരിച്ച് അതിന്റെ ഇഴകളെല്ലാം അഴിച്ചുവിട്ട ഒരു സ്ത്രീയുടെ സംഭവം വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി കാണാം. വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ഉറപ്പോടെ നൂൽ നൂച്ച ശേഷം തന്റെ നൂൽ ആ പലയ്യകളായി പിരിച്ചു കളഞ്ഞവരെ പോലെ അവളെപ്പോലെ ഒരിക്കലും നിങ്ങൾ ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ്. കർമ്മങ്ങൾ രാവിലെ മുതൽ പണിയെടുത്ത് ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ സൽക്കർമ്മങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള തിന്മകൾ, അനാവശ്യ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത്. പരിശുദ്ധ റമദാനിൽ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്. അതിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളിൽ ഉണ്ടാകരുത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റമദാൻ സ്വീകാര്യമാണെന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് റമദാൻ അല്ലാത്ത മാസത്തിലും നന്മയെ പിന്തുടരുക എന്നത്. റമദാനിന് ശേഷം ഒരു മുസ്ലിമിന്റെ അവസ്ഥ നല്ലതും നന്മയും നല്ല പ്രവർത്തനങ്ങളും അങ്ങനെയുള്ളതിൽ അധികരിപ്പിക്കുകയാണ് എങ്കിൽ റമദാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്, റമദാൻ സ്വീകാര്യയോഗ്യമായതിന് ഇതൊരു തെളിവാണ് എന്നാണ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണുന്നത്. ഇനി ഇതിന് വിപരീതമായി റമദാൻ കഴിഞ്ഞാൽ തിന്മകളെ പിന്തുടരുകയും അശ്രദ്ധയും അല്ലാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്ന്
തിരിഞ്ഞുകളയുകയും ചെയ്താൽ റമദാൻ അവരിൽ നിന്ന് സ്വീകാര്യയോഗ്യമല്ല എന്നതിന് ഇത് തന്നെ തെളിവാണ് എന്നതാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് റമദാൻ സ്വീകരിച്ചിട്ടുണ്ടോ, റമദാൻ സ്വീകരിച്ചിട്ടില്ലേ എന്ന് സ്വയം ഒന്ന് ആത്മവിചാരണ നടത്താൻ ഇത് തന്നെ മതി. നമ്മുടെ റമദാനിലുള്ള ജീവിതവും റമദാനു ശേഷമുള്ള ജീവിതവും നമ്മളൊന്ന് പരിശോധിക്കുക. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റമദാൻ ഏറ്റവും നല്ല അവസ്ഥയിൽ പൂർത്തീകരിച്ചവനെ, ശേഷം ശവ്വാലിൽ നിന്റെ അവസ്ഥ നീ ഒരിക്കലും മാറിപ്പോകരുത് എന്നാണ്. റമദാനിൽ തഖ്വ ഭയഭക്തി ആർജിച്ചെടുത്ത ആളുകളാണ് സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. റമദാനിലെ പ്രധാനപ്പെട്ട കർമ്മമായ പരിശുദ്ധ നോമ്പ് അല്ലാഹു ഏർപ്പെടുത്തിയ തന്നെ ആ തഖ്വ നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞത് കാണാം, ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, ആ തഖ്വ ആർജിച്ചെടുക്കുവാൻ വേണ്ടിയാണ് എന്നതാണ്. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അനാവശ്യമായ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് തിന്മകളെ സൂക്ഷിക്കുക എന്നത്. അതാണ് തഖ്വ. നാം എന്ത് കർമ്മങ്ങൾ നിർവഹിച്ചാലും അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ തഖ്വ അനിവാര്യമാണ്. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതായി കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് പുത്രന്മാർ, ആദം നബിയുടെ രണ്ട് പുത്രന്മാർ അവർ തമ്മിൽ ബലിയർപ്പിക്കുകയുണ്ടായി. ബലിയർപ്പിച്ചപ്പോ ആ സന്ദർഭത്തിൽ ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റേ ആളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെടാതെ പോയി. അപ്പൊ സ്വീകരിക്കപ്പെട്ട പുത്രനെ, ആ മോനെ സ്വീകരിക്കപ്പെടാതെ പോയ ആൾ പറഞ്ഞു, ഞാൻ നിന്നെ വധിക്കും, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോ സ്വീകരിക്കപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വലം യുതഖബ്ബൽ മിൻ ആല ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന്. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് മാത്രമേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നമ്മൾ എത്ര ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്, ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് എണ്ണമറ്റ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ തഖ്വയുണ്ടായിരിക്കണം. സൂക്ഷ്മതയുള്ളവരിൽ നിന്ന് മാത്രമേ അത് അല്ലാഹു കബൂൽ ചെയ്യുകയുള്ളൂ എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ എല്ലാ കർമ്മങ്ങളും കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്, അത് സ്വർഗം അല്ലാഹു ആർക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഔനബ്ബികും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജും മുത്തഹറ വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. പറയുക, അതിനാൽ ആ ഇഹലോകത്തെ സുഖങ്ങളെക്കാൾ നിങ്ങൾക്ക് ഗുണമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതേതാണ്? സൂക്ഷ്മത പാലിച്ചവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. ആർക്കാണ്? സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾക്ക്, തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾക്ക്. അവർ അവിടെ നിത്യവാസികളായിരിക്കും. പരിശുദ്ധമായ ഇണകളും അവർക്കുണ്ടായിരിക്കുമെന്നാണ്. ഇതൊക്കെ ആർക്കാണ് ലഭിക്കുന്നത്? അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തിയ ആളുകൾക്ക് മാത്രം അവർക്ക് ലഭിക്കുള്ളൂ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല, തഖ്വയോടുകൂടി ചെയ്യണം.
അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ പ്രധാനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തഖ്വയോടുകൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും അത് നമ്മൾ നിലനിർത്താൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യർക്ക് ഒരു വസിയത്തായി നൽകിയ നിർദ്ദേശമാണ് നിങ്ങൾ തഖ്വയുള്ളവരാവുക, അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. വലഖദ് വസ്സൈന الذين اوتوا الكتاب من قبلكم وإياكم أن اتقوا الله. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 131-ാമത്തെ വചനം. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയത്ത് ചെയ്യുന്നു. എന്താണ് വസിയത്ത് ചെയ്യുന്നത്? വയ്യാക്കും അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. റമദാൻ വിട പറയുമ്പോൾ റമദാൻ വിട പറഞ്ഞു പോയപ്പോ അതുകൊണ്ട് നമുക്ക് നേടാൻ, ആ തഖ്വ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. തഖ്വ നേടാൻ സഹായിക്കുന്ന നോമ്പിനെ കുറിച്ച് റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെ സത്യവിശ്വാസികൾ വിസ്മരിക്കാൻ പാടില്ല. റമദാനെ കുറിച്ച് ഇങ്ങനെ ആലോചന ഉണ്ടാകും. റമദാനിലൊക്കെ ഞാൻ ഇങ്ങനെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നല്ലോ എന്നതിനെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. റമദാൻ കഴിഞ്ഞാലും നിർവഹിക്കാനുള്ള ഒട്ടനവധി സുന്നത്ത് നോമ്പുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തഖ്വ പിന്നെയും ആർജിച്ചെടുക്കുവാനും അത് നിലനിർത്തുവാനും സുന്നത്ത് നോമ്പുകൾ സഹായകമായിരിക്കുമെന്നത് നാം മനസ്സിലാക്കണം. നോമ്പ് നോൽക്കുന്നത് ശരീരത്തെയും മനസ്സിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തുവാനും ദേഹേച്ഛകളുടെ കാഠിന്യം കുറക്കാനും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും നോമ്പ് സഹായിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ യുവാക്കൾ വിളിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. നിങ്ങൾ വിവാഹപ്രായമെത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കണം. രക്ഷിതാക്കളോട് പറയാനുള്ളത് അതാണ്. വിവാഹപ്രായമെത്തിയിട്ടും നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കാതെ നമ്മളെ മക്കൾ തിന്മകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ചെയ്യുന്നതിന്റെ ഒരു പങ്ക് നമുക്കുമുണ്ടായിരിക്കും. വിവാഹം കഴിക്കാൻ പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാതിരിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഇന്നഹു അഅദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്. അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുവാനും കണ്ണുകൾ തിന്മയിലേക്ക് പോകുന്നതിന് സംരക്ഷണമാണ്. അതുപോലെ നിങ്ങളുടെ ഫർജ് ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും അത് കാരണമാകും. ഇന്നെല്ലാം വ്യഭിചാര കേസുകൾ, യുവാക്കൾ സഹോദരങ്ങളെ ഇതുപോലെ തിന്മകളിലേക്ക് ഇന്ന് പോകുന്ന ഈ പുതിയ കാലത്ത് നമ്മൾ അവർക്ക് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സിയാം ഫഇന്നഹു ലഹു വിജാഉൻ. വിവാഹം കഴിക്കാൻ സമയമായി പക്ഷെ അവന് സാധിക്കാതെ പോകുകയാണ് എങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. എങ്കിൽ അവന്റെ കണ്ണിനെയും അവന്റെ ബുദ്ധിയാവയവങ്ങളെയും അവന് കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ നോമ്പ് എന്നത് അത് ശരീരത്തെയും മനസ്സിനെയും പിടിച്ചു നിർത്താനും ദേഹേച്ഛകളെ അതിന്റെ കാഠിന്യം കുറക്കുവാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പുകൾ എല്ലാ മാസവും ഏതെങ്കിലും 3 ദിവസത്തിൽ സുന്നത്ത് നോമ്പുകൾ, അതുപോലെ അയ്യാമുൽ ബീദ് എല്ലാ മാസത്തിലും അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകൾ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ താസുആവും ആശുറാവും മുഹറം 9, 10 അറഫ നോമ്പ്, ശവ്വാലിലെ 6 നോമ്പുകൾ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ശഅബാൻ മാസത്തിലെ ഭൂരിഭാഗം ദിവസങ്ങളും. ഇനി ഒരാൾക്ക് കൂടുതൽ നോമ്പ് എടുക്കണമെന്ന ആഗ്രഹമുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാം. എന്നാൽ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമായതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റമദാനിലെ നോമ്പിന് ശേഷം
സുന്നത്ത് നോമ്പ് പതിവാക്കുക എന്നത് റമദാനിലെ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. കാരണം അള്ളാഹു ഒരു അടിമയുടെ കർമ്മം സ്വീകരിച്ചാൽ ആ കർമ്മത്തിന് ശേഷം മറ്റൊരു സൽക്കർമ്മം ചെയ്യാൻ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമെന്നാണ്. റമദാൻ കഴിഞ്ഞു, ശവ്വാലിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. എത്ര പേര് 6 നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്? റമദാൻ എന്നെ കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും നമ്മൾ കൂട്ടത്തിൽ അല്ലേ? സഹോദരങ്ങൾ, അങ്ങനെ ആയിക്കൂടാ. ശവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പുകൾ കൂടി നമ്മൾ നിർവഹിക്കണം. എങ്കിൽ ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. സുന്നത്ത് നോമ്പുകൾ നമ്മൾ ജീവിതത്തിൽ ഇനിയും ഈ പറഞ്ഞ സുന്നത്ത് നോമ്പുകളെല്ലാം പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം, റമദാനിൽ നമ്മൾ കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിച്ചവരായിരുന്നു. ആ ജമാഅത്തിന്റെ പ്രതിഫലം സ്വലാത്തുൽ ജമാഅത്തി തഫദ്ദലു സ്വലാത്തുൽ ഫർദി ബി27 ദറജ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തരിച്ച് നമസ്കരിക്കുന്നതിനേക്കാളും ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നമസ്കരിച്ചാൽ ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് റമദാനിൽ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടായിരുന്നു. ജമാഅത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞാലും ബാങ്ക്, പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ, നമസ്കാരങ്ങളിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് ആ വിളി കേട്ടാൽ പിന്നെ വേറെ ജോലിയിലൊന്നും ഏർപ്പെടാൻ പാടില്ല. പുരുഷനാണോ ജമാഅത്തിന് പള്ളിയിലുണ്ടായിരിക്കണം. അതുപോലെ റമദാനിൽ റവാത്തിബ് സുന്നത്ത് നമസ്കാര കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞാലും ആ ശ്രദ്ധ നമുക്കുണ്ടാകണം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, മൻ സാബറ അലാ 12 റക്അതൻ മിൻ സുന്നതി ബറല്ലാഹു ലഹു ബൈതുൻ ഫിൽ ജന്ന. ആരെങ്കിലും 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഫർദ് നമസ്കാരത്തോടനുബന്ധിച്ചുള്ള 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് നിർവഹിച്ചാൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് അവന് നൽകുമെന്നാണ്. അല്ലേ? ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, അതുപോലെ മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, ഇങ്ങനെ 12 റക്അത്ത് നമസ്കാരം നമ്മൾ നിർവഹിച്ചാൽ ഒരു വീട് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നൽകുമെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. മാത്രമല്ല ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലിൽ നിന്ന് ഞാൻ കേട്ടത് മുതൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അൻബസ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉമ്മു ഹബീബയിൽ നിന്ന് ഇത് കേട്ടത് മുതൽ ഞാൻ ഈ 12 റക്അത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അംബസയിൽ നിന്ന് കേട്ടത് മുതൽ അംർ ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ 12 റക്അത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഉമാൻ ഇബ്നു സാലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അംർ ഇബ്നു ഔസിൽ നിന്ന് ഞാൻ ഇത് കേട്ടതിന് ശേഷം ഈ 12 റക്അത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇതുപോലെ അവരൊക്കെ പോയ സ്വർഗം തന്നെ നമുക്കുള്ളത്. നമുക്ക് വേറെ സ്വർഗം, അവർക്ക് വേറെ സ്വർഗമില്ല. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അവരൊപ്പം നമുക്ക് എത്താൻ എന്തായാലും കഴിയൂല. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് നിലനിർത്തുന്നതിലാണ് വിജയിക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ മാസമായിരുന്നു റമദാൻ. അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കണം. ആ ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. ആ 10 കൂലി ഒരു അക്ഷരത്തിലാണ് എങ്കിൽ എത്ര അക്ഷരങ്ങളാണ് ഖുർആനിലുള്ളത്? ആ അക്ഷരങ്ങൾ ഖുർആൻ ഖത്തം തീർത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 1, 2, 3 തവണ ഖുർആൻ ഖത്തം തീർത്ത ആളുകളുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു ജുസ് എങ്കിലും തീർക്കാൻ നമുക്ക് സാധിക്കണം. 4 പേജ് വീതം വെച്ച് എല്ലാ നമസ്കാരത്തിന്റെ മുമ്പും ശേഷം ഓതിയാൽ 20 പേജ് ഒരു ദിവസം ഓതി തീർത്താൽ ഒരു മാസം നമുക്ക് ഒരു ജുസ് ഖത്തം ഒരു ഖുർആൻ മുഴുവനും ഖത്തം തീർക്കാൻ സാധിക്കും. ഇത് ഇനിയും തുടർന്നു പോകാൻ നമുക്ക് സാധിക്കണം. രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. അത് റമദാനിൽ മാത്രമുള്ള നമസ്കാരമില്ല. റമദാനിൽ തറാവീഹ് ആണെങ്കിൽ റമദാനല്ലാത്ത മാസങ്ങളിൽ ഖിയാമുൽ ലൈലായി, തഹജ്ജുദായി, വിത്റായി
അത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, ഫർള് നബിയോട് ചോദിക്കാണ്, ഫർള് നമസ്കാരത്തിന് ശേഷം ആ നമസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ഖാല സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റമദാനിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരായിരുന്നു നമ്മൾ. ദാനധർമ്മം മടി കൂടാതെ, ഒരു മടിയും കൂടാതെ നമ്മൾ ചെയ്തു. റമദാനിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു, ഉത്സാഹമായിരുന്നു. റമദാൻ കഴിഞ്ഞാലും അത് തുടരാൻ സാധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ഒരു മലക്ക്, അല്ലാഹുവേ, സമ്പത്തിന്റെ കാര്യത്തിൽ അത് ചിലവഴിച്ചവന് നീ പകരം കൊടുക്കണമേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കും. മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുവേ, ചെലവഴിക്കാത്തവന്, പിശുക്കി ഇറുകി പിടിച്ച ആളുകൾക്ക് നീ നാശമുണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. നമ്മളെ ഏത് പ്രാർത്ഥനയുടെ പരിധിയിലാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മലക്കളുടെ പ്രാർത്ഥന എന്നത് ഖാല ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറയാണ്, മഅലൂമുൻ അന്ന ദുആ അൽ മലായികതി മുജാബുൻ, മലക്കളുടെ പ്രാർത്ഥന എന്നത് ഉത്തരം ലഭിക്കപ്പെടുക എന്ന കാര്യത്തിൽ അത് അറിയപ്പെട്ട കാര്യമാണ്. അവരുടെ പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥന പോലെയല്ല. അതുകൊണ്ട് ആ ദാനധർമ്മം ചെയ്ത് ധാരാളമായി അല്ലാഹുവേ അവർക്ക് അധികരിപ്പിച്ചു കൊടുക്കണേ എന്ന മാലക്യത്തിന്റെ പ്രാർത്ഥനയുടെ പരിധിയിൽ നമ്മൾ ഉൾപ്പെടണം. അതുപോലെ സഹജീവികളോട് കരുണ കാണിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന പുണ്യകർമ്മമാണ് ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക. അത് മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും. അങ്ങനെ നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോടും കരുണ കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന് ശേഷവും ഈ സൽക്കർമ്മങ്ങളെല്ലാം നിലനിർത്തി പോകുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ആരാധനാകർമ്മങ്ങൾ, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവസാനിക്കുക എന്നത് മരണത്തോടു കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ കാര്യം അതേതാ? മരണമാണ്. ആ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പൊ മരണം വരുന്നത് വരെ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് അവസാനിച്ചു പോകുന്നത് മരണത്തോടു കൂടിയായിരിക്കാം. ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, സത്യവിശ്വാസിയുടെ പ്രവർത്തനത്തിന് മരണമല്ലാതെ ഒരു അവധിയും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. മരണം വരെ അമൽ ചെയ്യുക എന്നതാണ് അത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നെ അദ്ദേഹം പാരായണം ചെയ്തു ഈ ആയത്ത്, നിനക്ക് മരണം വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ നീ ആരാധിക്കുക എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. അതുപോലെ വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു, ഫൈദാ ഫറഅത ഫൻസബ്, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ പ്രവർത്തനങ്ങളിലും ഇഹലോകത്തെ ജോലി തിരക്കുകൾ അതിനിടയിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ്. രാത്രി നമസ്കാരത്തിലും അതുപോലെ എല്ലാ കിട്ടുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥനകൾ, ദുആകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ വെറുതെ സമയം ചെലവഴിച്ച് ഫോണിലും അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വെറുതെ സമയം കളയുന്നവരുടെ കൂട്ടത്തിൽ വിശ്വാസികളായി നമ്മൾ ഉണ്ടാകരുത്. നമ്മൾ സമയം കിട്ടിയാൽ ഖുർആനിന്റെ കൂടെയും ഇബാദത്തുകളുടെ കൂടെയും നന്മകളുടെ കൂടെയും ആയിരിക്കണം. അബൂ ഹുറൈറയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി എന്നത് അവൻ മരണപ്പെടുക, അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ, അവൻ മരണപ്പെടുക നെറ്റിത്തടം വിയർത്തുകൊണ്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്
അവൻ അതോടുകൂടിയായിരിക്കും അവൻ മരണപ്പെട്ടു പോവുക എന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. റമദാനിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഒരിഷ്ട ഫത്വ കൊണ്ടൊന്നും തീർന്നു പോകുന്നതല്ല. സഹോദരങ്ങളെ, കൂടുതൽ പഠിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരുവാനും നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു കൂട്ടത്തിൽ, റമദാനിൽ മാത്രമായി ഒരു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരല്ല, അതിന് ശേഷവും ധാരാളം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ പാപങ്ങൾ നീ മായ്ച്ചു കൊടുക്കണ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ പല സമയങ്ങളിലും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അത് ഭാഗ്യവാന്മാരായി നരകത്തിലേക്ക് പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ തലം നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.